ധനം, സൗന്ദര്യം, കലാപരമായ കഴിവുകൾ, സന്തോഷം, ദാമ്പത്യം, ഐക്യം, സമൃദ്ധി ഇവയുടെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ. ഏപ്രിൽ 19 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:51 ശുക്രൻ സ്വന്തം രാശിയായ ഇടവൻ രാശിയിലേക്ക് രാശി മാറും. സ്വന്തം രാശിയിലുള്ള ശുക്രൻ കേന്ദ്രത്തിൽ ശുക്രന്റെ മാളവ്യ രാജയോഗം എന്ന ശുക്രന്റെ രാജയോഗം കിട്ടും. ശുക്രൻ കൂടുതൽ ബലവാനാവും. അപ്പോൾ നല്ല ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങൾ, ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ വിവാഹ ഭാഗ്യം, ദാമ്പത്യം നല്ലതാകും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല വ്യക്തിത്വം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കലാരംഗത്ത്, രാഷ്ട്രീയത്തിലൊക്കെ നല്ല പേര്, പ്രശസ്തി വർദ്ധിക്കും. ചിലർക്ക് ലോട്ടറി, ചിട്ടിയിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും. ആഗ്രഹങ്ങൾ നടക്കും. 12 രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് ശുക്രന്റെ ഈ രാശിമാറ്റത്തിൽ കിട്ടുക. ഇനി ആരുടെയൊക്കെ ജാതകത്തിൽ ശുക്രൻ ബലവാനാണ്, കേന്ദ്രത്തിലാണ്, ആരുടെയൊക്കെ ജാതകത്തിൽ മാളവ്യ രാജയോഗമുണ്ട്, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഫലവും ഭാഗ്യവും വർദ്ധിക്കും. ശുക്രന്റെ ഈ രാജയോഗത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇടവൻ രാശിക്കാരായ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർ, കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ, ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ, കന്നി രാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ, വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ, അതുപോലെ മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ, കുംഭൻ രാശിക്കാരായ അവിട്ടം, ചതയം, പുരോരുറ്റാതി നക്ഷത്രക്കാർ. ഇത്രയും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്